പോകാൻ കർത്താവ് പ്രിയ ഫേബയെ സഹായിച്ചു. ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത നമ്മുടെ പ്രോഗ്രാം സഭാ സഞ്ചാരം, അതിനുശേഷം വിമൻസ് ഫെലോഷിപ്പ് റിപ്പോർട്ടാണ്, അതിനുശേഷം കിരൻ്റെ ഒരു പാട്ടാണ്. സഭാ സഞ്ചാരം. UK, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ മഹാരാജ്യങ്ങളിലെ ചെറുതും വലുതുമായ സഭാ ഹാളുകളും ആത്മീക സംഗമങ്ങൾക്കും ശേഷം സഭാ സഞ്ചാരത്തിന്റെ പുതിയൊരധ്യായം UAE നിന്നും കൺതുറക്കുന്നത് ഷാർജയിൽ നിന്നുമാണ്. അറബിനാടിന്റെ സാംസ്കാരിക തലസ്ഥാനം, പ്രപഞ്ചത്തിൽ കേരളക്കര കഴിഞ്ഞാൽ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർത്തിരുന്ന പട്ടണം, സിറ്റി സെന്ററും ലുലു ഹൈപ്പർ മാർക്കറ്റും തുടങ്ങി വിശ്വാസി സമൂഹത്തിനു വേണ്ടി ഒത്മാൻ റബാബ് സ്ഥാപിച്ച പെന്തക്കോസ്റ്റ് ബിൽഡിംഗ് വരെ അതിർവരമ്പലങ്കരിക്കുന്ന അൽവാദ റോഡിലേക്ക് ലെൻസ് തുറന്ന് ഞാൻ എന്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. വർഷം 2013 സെപ്റ്റംബർ 23. കാരുണ്യവാനായ ചേട്ടന്റെ കടാക്ഷത്തിൽ കെട്ടിയ വിസയും 48 കിലോ ശരീരവും 26 കിലോ ഭാണ്ഡവുമായി എന്റെ ആദ്യ വിദേശയാത്ര. ആലപ്പുഴ ജില്ലയും സെക്രട്ടേറിയറ്റ് മന്ദിരവും കാശെറിഞ്ഞു വാങ്ങണമെന്ന ദിവാസ്വപ്നവുമായി ഞാനൊരു പ്രവാസിയായ ദിനങ്ങൾ. പ്രവാസത്തിന്റെ ചൂടും ചൂരും രുചിച്ചു തുടങ്ങിയ നാളുകളിൽ മരുഭൂമിയിലെ മരുപ്പച്ചയെന്നോണം എന്നെ കുളിരണിയിച്ചൊരു സൗധം, ഷാർജ വർഷിപ്പ് സെന്റർ. 2 പതിറ്റാണ്ടിലേറെ പ്രവാസികളുടെ കണ്ണീരൊപ്പിയ പാസ്റ്റർ വിൽസൺ ജോസഫിന്റെ ദീർഘവീക്ഷണത്താൽ കരഗതമായ മഹാദൈവം മനുഷ്യനോട് മന്ത്രിക്കുന്ന ഒരു മണിമന്ദിരം. വാക്കുകൾ കൊണ്ട് അലങ്കരിക്കാവുന്നതിനപ്പുറം കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഇവിടെ അതിലധികമുണ്ട് എന്ന് കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഒരു യൂട്യൂബറായ ശേഷം ഈ മടങ്ങിവരവിന്റെ സതുദ്ദേശം ഒരിക്കലൂടെ ഇവയെല്ലാം അനുഭവേദ്യമാക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. സുഖദുഃഖ സമ്മിശ്രമായ എന്റെ പ്രവാസത്തെ ഓർത്തെടുക്കുമ്പോൾ തന്നെ യാർമുക്കിലെ മറ്റേത് അമ്പരചുംബിയേക്കാളും തോൾ മുതൽ പൊക്കമുള്ളതും വർഷിപ്പ് സെന്ററിനെ വെയിലും കാറ്റുമേൽക്കാതെ താലോലിക്കുന്നതും ഇതിനാൽ തന്നെ ഒരു സഹരക്ഷക സ്ഥാനം അലങ്കരിക്കുന്നതുമായ റഷ്യൻ പള്ളി എന്റെ ക്യാൻവാസിലേക്ക് പതിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തികച്ചും ശാന്തനും തന്റെ കർത്തവ്യങ്ങളോട് അത്രയധികം കൂറു പുലർത്തുന്നതിനുമായ എന്റെ സാരഥി സ്പൾബർ എണ്ണയിട്ട യന്ത്രം പോലെ അത് അതിവേഗം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്ഥലത്തെ പ്രധാന പയ്യൻസിനെയോ പ്രാദേശിക വിളിക്കുവാനുള്ള വെള്ളി ശനി ഞായറൊന്നും പാർക്കിംഗ് ചോദിച്ചു ഇങ്ങോട്ട് വരില്ലേ, കാരണം ഈ മുതലാളിമാരെല്ലാം ഉള്ളതാ. അപ്പൊ പിന്നെ ഏതെടുത്താ ഞാൻ തരുന്നത്? പ്രാദേശിക പ്രമാണി കൈവിട്ട സ്ഥിതിക്ക് മാടി വിളിച്ച് പാർക്കിംഗിലേക്ക് ആനയിക്കുന്ന ബംഗാളിയിലേക്കാണ് സ്പൾബറിന്റെ അടുത്ത ലക്ഷ്യം. റൗണ്ട് ബോർഡിൽ ഒരു അരമണ്ഡലം ചുറ്റി സ്പൾബറുടെ വാഹനം അതാ ലക്ഷ്യസ്ഥാനത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന പാപ്പച്ചൻ പോലീസിനെ മനസ്സിൽ ധ്യാനിച്ച് വിശ്വാസി സമൂഹം തിങ്ങി നിറയുന്ന പ്രധാന വാതിലിനുള്ളിലേക്ക് ഞാൻ എന്റെ ക്യാമറയുമായി കടന്നു. ഏതൊരു സംഗീതജ്ഞന്റെയും താളബോധത്തെയും തകിടം മറിക്കുന്ന വാദ്യം. ദിക്കുകൾ ഇളകുമാർ ഇളകിത്തെറിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. പ്രാർത്ഥിച്ച് സഭായോഗം ആരംഭിച്ച് 2 സ്തുതിഗീതങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർഷിപ്പ് സെന്ററിന്റെ ഏതൊരു ഉപദേശിയേക്കാളും കൂടുതൽ സഭായോഗത്തിൽ പങ്കെടുത്തിട്ടും ഇന്നും ഒരു ഡിനോമിനേഷന്റെയും ഭാഗമാകാത്ത സ്വർണ്ണ സ്ഥാനാർത്ഥി കുമാർ ഭായ് നടുത്തളം അലങ്കരിക്കുന്നു. വർഷാരംഭത്തിലുള്ള ജനറൽ ബോഡി മീറ്റിംഗുകളാണോ അദ്ദേഹത്തെ പിന്നിലേക്ക് വലിക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർത്തു പോവുകയാണ്. പിറകിലേക്ക് കസേരകൾ നിർത്തുന്നതിനനുസരിച്ച് പിറകറ്റത്തെ സീറ്റ് പിടിക്കുകയും അവസാനം കങ്കാരുക്കളുടെ നാട്ടിൽ പോയി വിശ്വാസികളെ മുൻപോട്ട് മാടി വിളിക്കേണ്ടി വന്ന കുട്ടനാട്ടിലെ ചേട്ടനെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ കാൽപാദങ്ങൾ ഹോളിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഒരു ലേറ്റ് കമ്മറിന്റെ ജാള്യത മുഖത്ത് പ്രതിഫലിപ്പിക്കാത്ത ഞാൻ നേരത്തെ വന്നതിന്റെ ജാള്യതയിലിരിക്കുന്ന ഒരു കൂട്ടം അച്ചായന്മാർക്കിടയിലേക്ക് എന്റെ 90 കിലോഗ്രാം ശരീരം മെല്ലെ തിരികെ കയറ്റി വെച്ചു. സഭയുടെ വിവിധങ്ങളായ വിഷയങ്ങളെ ഓർമ്മിച്ചുണർത്തിയ ശേഷം സമയബന്ധിതമായും ചുരുക്കമായും പ്രാർത്ഥിക്കുന്നതിൽ പ്രാവീണ്യമുള്ള 2 പേർക്ക് അവസരം നൽകി കർത്തൃദാസൻ പോഡിയത്തിന്റെ ഓരത്ത് കാത്തുനിന്നു. യോഗ നടപടിയിൽ മറ്റൊരു ഘട്ടത്തിന്റെ മുന്നറിയിപ്പെന്ന വണ്ണം സഹശുശ്രൂഷകന്റെ രംഗപ്രവേശം നിശബ്ദം അരങ്ങേറിക്കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മയുടെ വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു ഗാനശകലത്തിന്റെ അകമ്പടിയോടെ സങ്കീർത്തന പ്രബോധനം ആരംഭിക്കുകയാണ്. നാളെയെക്കുറിച്ച് ഞരങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കരുതേണ്ട, കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ, മനമേ ചഞ്ചലമെന്തിനായി. ഒരു ബാച്ചിലറായി പ്രവാസ ജീവിതം തുടങ്ങിയ എനിക്ക് മറ്റേതൊരാളെയും പോലെ ഏകാന്തതയും ആശങ്കകളും വേട്ടയാടിയപ്പോൾ
പതറിപ്പോകാതെ പിടിച്ചു നിർത്തി ബലവാനാക്കി എന്നെ മടക്കി അയച്ച ഒട്ടനേകം വചന ശുശ്രൂഷകളും ആശ്വാസഗാനങ്ങളും പെയ്തിറങ്ങിയ സദസ്സിലാണ് ഒരിക്കൽ കൂടി ഞാൻ എത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതിൽ തന്നെ പാസ്റ്റർ വിൽസൺ, പാസ്റ്റർ റോയ് എന്നിവരുടെ പേരുകൾ പ്രത്യേകം പരാമർശിക്കുന്നതിന്റെ ആവശ്യകതയും വളരെ വലുതാണ്. മൃദുഭാവം വിട്ട് കർത്തൃദാസിന്റെ പ്രസംഗചാരുത വേഗം കൈവരിച്ചു തുടങ്ങിയിരിക്കുന്നു. കരങ്ങിമറിയുന്ന ആഴിയിലെ ജലത്തെ അനുസ്മരിപ്പിക്കുന്ന ശബ്ദങ്ങളും ചലനങ്ങളും സഹോദരിമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും കോട്ടുമായും വിട്ട് കാലിന്മേൽ കാലെടുത്ത് വെച്ച് വെക്കേഷൻ മോഡിലിരിക്കുന്ന അച്ചായന്മാർ എന്റെ കണ്ണിന് കുറച്ചൊന്നുമല്ല അത്ഭുതം പടർത്തിയത്. എന്നാൽ ആ നിസ്സംഗതയെ കീറിമുറിച്ചുകൊണ്ട് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ മുമ്പിലെവിടെയോ സഹോദരന്മാരുടെ പ്രതിനിധിയായി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കർത്തൃദാസിനെ കണ്ടപ്പോൾ പത്മോസ് ദ്വീപിലെ യോഹന്നാനെ ഓർമ്മ വന്നത് ഒരുപക്ഷെ എളിയവനായി എനിക്ക് മാത്രമായിരിക്കാം. വിശപ്പുള്ളവർക്ക് മാത്രം തൃപ്തി നൽകിക്കൊണ്ട് സങ്കീർത്തന പ്രബോധനം ഏതാണ്ട് പര്യവസാനിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിടുവീൻ, അവരെ തടയരുത്. തുടർന്നുള്ള 1,900 മിനിറ്റ് വർഷിപ്പ് സെന്ററിന്റെ ഭാവി വാഗ്ദാനങ്ങൾക്കുള്ളതായിരുന്നു. സൺഡേ സ്കൂളിന്റെ പടിവാതിലും കടന്നു നിൽക്കുന്ന അച്ചാച്ചന്മാർ മുതൽ കൊറോണ കാലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത ചിമിട്ടുകൾ വരെ വീക്കിലി ടാസ്കിനായിട്ട് ഓടിപ്പോയിരിക്കുന്നു. കുട്ടനാടൻ താറാവുകളെ അനുസ്മരിപ്പിക്കും വിധം പടിക്കെട്ടിന്മേൽ നിൽപ്പുറപ്പിച്ച ശേഷം നിഷ്കളങ്കമായ സ്വരത്തിൽ അവർ പാടിത്തുടങ്ങിയിരിക്കുകയാണ്. വേണ്ടി കർത്തൃദാസൻ പ്രാർത്ഥിക്കുമ്പോൾ പണ്ടെങ്ങോ മറന്നുവെച്ച ചില ചിന്തകൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയുണ്ടായി. പോയിന്റ്സ് പറഞ്ഞ് പ്രസംഗിക്കാത്ത പ്രാസംഗികരെയും നമുക്കറിഞ്ഞുകൂടാത്ത ഗാനം ആലപിക്കുന്ന ഗായകരെയും തൂക്കിലേറ്റാൻ വിധിക്കുന്ന നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നിലപാടുകൾ മാറ്റിമറിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ടത്രേ. കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ നമുക്കൊന്ന് നമ്മുടെ സഭായോഗങ്ങളിൽ നോക്കിക്കാണേണ്ടത് ആവശ്യമാണ്. 3 മുതൽ 3.5 മണിക്കൂർ വരെ നീളുന്ന ഒരു മെഗാ ഇവന്റ് അഥവാ കൂട്ടായ്മ. കഥ അറിയുന്നില്ല, ഭാഷ അറിയുന്നില്ല, കലാകാരന്മാർ ഞങ്ങളുടെ വീട്ടുകാരാണെന്നത് മാത്രം. ഇടയ്ക്കെപ്പോഴോ പാസ്റ്ററുകളെ വിളിക്കും, അപ്പോൾ മാത്രം ഓടി മുൻപിൽ പോകണം. ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, നാട്ടിൽ നിന്ന് സമയം കവരുവാൻ ആരുമില്ലെങ്കിൽ ഒരു മനപ്പാടം ചൊല്ലാം. നീണ്ട 3.5 മണിക്കൂർ ഒരു പായമേൽ ബന്ധനം, കുടിക്കാൻ ഒരു കുപ്പിവെള്ളം, കുടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കളിപ്പാട്ടം. ഇതെല്ലാം ശുഭരിയെ അവസാനിച്ചാൽ ക്ഷമയ്ക്കൊരു പ്രതിഫലമെന്നോണം ഒരു കളി, അതും കേരളീയരായ ഞങ്ങളുടെ അമ്മയപ്പന്മാർക്ക് നൊസ്റ്റാൾജി ഉണർത്തുന്ന പഴംപൊരി, നെയ്യപ്പം, പരിപ്പുവട. ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് സാൻഡ്വിച്ച്, ബർഗർ ഒന്നും തന്നെ പരിഗണനാ ലിസ്റ്റിലില്ല. നിഷ്കളങ്കതയുടെ പര്യായമായി നമ്മൾ കാണുന്ന പിഞ്ചുബാല്യങ്ങൾ ഒരുപക്ഷെ ഇതിലേറെ പരിഭവങ്ങൾ നമ്മളോടും സഭാ നേതൃത്വത്തോടും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പാരമ്പര്യ ചർച്ചകളെ അഭിമാനം കൊള്ളുന്ന നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പോയിരിക്കുന്നു. ഗഹനമായ എന്റെ ചിന്തകൾക്ക് വിരാമം കുറിച്ച് ഞാൻ കൺതുറന്നപ്പോഴേക്കും സീനാകെ മാറിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിന്റെ ജീവസുറ്റതും ഊർജ്ജദായകവുമായ വചന പ്രഘോഷണത്തോടെ ഇന്നത്തെ സഭായോഗത്തിന്റെ സിംഹഭാഗവും പര്യവസാനിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. ദൈവം നടത്തിയ വഴികളും അത്ഭുതങ്ങളും പൊതുസഭയിൽ ഘോഷിക്കുവാനായി സാക്ഷ്യത്തിനുള്ള സമയം നൽകി കാത്തുനിന്ന ദൈവമക്കൾക്കും ഈയുള്ളവനും മരണം, വിവാഹം, പ്രസവം, വാനം തോണ്ടൽ, കല്ലിടിയിൽ, പ്ലിന്തുവാർപ്പ് മുതലായ മാതൃഭൂമി കലണ്ടർ പ്രകാരമുള്ള അവധികളും ആഘോഷങ്ങളും സ്തുതിഗീതങ്ങളുടെ അകമ്പടികളോട് കേട്ട് നിർവൃതി അടയേണ്ടി വന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായി പര്യവസാനിച്ചിരിക്കുന്നു. അൽഫോൺസ് കണ്ണന്താനം ജിയുടെ ഭാര്യമാടത്തിന്റെ അഭിപ്രായം പോലെ ഇനിയൊരു റിലാക്സേഷനൊക്കെ ആവാമെന്ന ഭാവത്തിൽ ദീർഘനേരം 4 കാലുള്ള കസേരയിൽ ചടഞ്ഞിരുന്ന വിശ്വാസികൾക്ക് ഒരാശ്വാസം എന്നോണം കാല് നിവർത്തി എഴുന്നേറ്റ് നിന്നൊരു ധനശേഖരണത്തിനായി ഗായക സംഘത്തെ കർത്തൃദാസൻ മുന്നോട്ട് ക്ഷണിച്ചു. ആമ്പൽക്കുളത്തിലേക്ക് അരയണമെന്ന വണ്ണം ഗായക സംഘം കുണുങ്ങി അതാ മുൻപിൽ നിരന്നു കഴിഞ്ഞു. ഏത് ചില്ലറ തൊട്ടിനെയും കിലുക്കമില്ലാതാക്കുവാൻ തക്ക മൃദുത്വമുള്ളതും 5 ദിർഹം നോട്ടിന്റെ വക്ക് കൊണ്ടാൽ കീറാത്തതുമായ തകശുതോൽ കൊണ്ടുള്ള ഒരു പ്രത്യേകതരം സഞ്ചി എന്റെ കൈവെള്ളകളിലൂടെ അതാ തഴുകിമാഞ്ഞിരിക്കുന്നു. താളലയ മാധുരിയിൽ സദസ്സിനെ ഉന്മാദിപ്പിക്കുന്ന സംഗീതാലാപനങ്ങൾക്കിടയിലും 8ന്റെ കെട്ടുപൊട്ടിച്ചോടുന്ന ഘടികാരത്തെ കണ്ട് ഭയന്ന സഭാ നേതൃത്വം ഇല്ലം കളഞ്ഞ് കൊല്ലത്തു നിന്ന് വന്ന കർത്തൃദാസന് കർശനമായി താക്കീത് കൊടുത്ത് പാട്ടിന്റെ പാലാഴിക്ക് തടയണ കിട്ടി. സഭായോഗത്തിന് വിവിധ ഘട്ടങ്ങളിൽ ഉദ്ധരിച്ച പ്രബോധനങ്ങളും സാക്ഷിവാചകങ്ങളും മറിച്ചു നോക്കാതെയും കുറിച്ചു വെക്കാതെയും ഹൃദ്യസ്ഥമാക്കാൻ ദൈവീക ജ്ഞാനം ലഭിച്ച പ്രിയ കർത്തൃദാസന്റെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സഭായോഗവും ഇവിടെ പര്യവസാനിക്കുകയാണെന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ആശീർവാദത്തിന് ശേഷവും പന്തിയായും ഗോത്രമായി പടല പിരിഞ്ഞു നിൽക്കുന്ന ഈ വിശ്വാസി സമൂഹം പടുതുയർത്തുന്നത് സ്നേഹലാളനകളുടെ ഒരു മതിൽക്കെട്ടാണ് എന്നത് വിസ്മരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ചെറുകൂട്ടങ്ങളുടെ കൊച്ചുവർത്തമാനങ്ങൾക്കിടയിലും ചക്കക്കൂഞ്ഞിൽ ഈച്ചയിരിക്കും പോലെ ചടുലമായ ചലനമുള്ളിടത്തേക്ക് ഞാൻ എന്റെ ക്യാമറയുമായി കൗതുകപൂർവ്വം നടന്നെടുത്തു.
കാഴ്ചയിൽ KFC ചിക്കൻ ഉഴുന്നുപടിയിൽ ജനിച്ചെന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക പലഹാരം സഭാമൂപ്പനും തോന്നിപ്പിക്കുന്ന ഒരു അച്ചായന്റെ ബലിഷ്ഠമായ കരങ്ങളാൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കടിച്ചതിന്റെ ബാക്കിയും കുടിച്ചതിന്റെ ബാക്കിയും കസേരയിൽ സൂക്ഷിക്കുന്ന സ്വഭാവ വൈകൃതമുള്ളവരെ കാണാൻ ഒരിക്കൽ കൂടി ക്യാമറയും തൂക്കി കസേരകൾക്കിടയിലൂടെ ഞാൻ ഇഴഞ്ഞു നീങ്ങി. എന്റെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് ഒരു കിഴുക്കെന്ന വെണ്ണം എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കസേരകൾ അത്രയും നിരന്നും നിവർന്നും വൃത്തിയുള്ളതുമായി അവശേഷിക്കുന്നു. മാറ്റങ്ങൾ ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ മാറ്റങ്ങൾ വർഷിപ്പ് സെന്റർ വിവിധ കോണുകളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ ദൃശ്യവിസ്മയം തീർക്കുന്ന LED ബൾബുകൾ മുതൽ വ്യക്തമായ ശ്രവണ സൗകര്യമാരും നൽകുന്ന ലൈനറി സ്പീക്കറുകൾ വരെ മധുര സംഗീതം പൊഴിക്കും ഗായക സംഘങ്ങളിൽ തുടങ്ങി വർഷിപ്പ് സെന്ററിന്റെ ഖ്യാതി ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രസിദ്ധമാക്കിയ മീഡിയ വിഭാഗം വരെയും അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു. സൗമ്യതയുടെയും വിനയത്തിന്റെയും ഉടമസ്ഥതയിലുള്ള ഈ തോട്ടം ആർജവുമുള്ള ഒരു പറ്റം കമ്മിറ്റി അംഗങ്ങളാൽ വേദികെട്ടി സംരക്ഷണം ചെയ്യുന്നതിനൊപ്പം സൺഡേ സ്കൂൾ, PYPA, വുമൻസ് ഫെലോഷിപ്പ് എന്നീ ഋതുക്കളാൽ ഇവിടെ താലോലിക്കപ്പെടുന്നു. സ്നേഹത്തിന്റെ പ്രകാശത്താൽ പരിശുദ്ധാത്മാവിന്റെ മഞ്ഞും മഴയുമേറ്റ് ഇവിടെ കിളിർത്തവർക്ക്, ഇവിടെ വളർന്നവർക്ക് പറിച്ചു മാറ്റപ്പെട്ടാലും വർഷിപ്പ് സെന്റർ ഒരു നഷ്ടവസന്തമായി അവശേഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ABയുടെ നേതൃത്വത്തിലുള്ള ആരാധന, പ്രിയ റോയ് ചാൻ അല്ലെങ്കിൽ വിൽസൺ അങ്കിൾ, അവരുടെയൊക്കെ മെസ്സേജുകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നു. നിങ്ങൾക്കത് എത്ര കണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. ശരിക്കും IPC വർഷിപ്പ് സെൻറ്റർ ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല, അതൊരു അനുഭവമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. IPC വർഷിപ്പ് സെന്റർ സ്റ്റാർബിൽ കൂടുതൽ ആളുകളെ ആത്മീയ അനുഭവത്തിന്റെ സന്തോഷിക്കുന്ന ആളുകളായിരുന്നു. പ്രത്യേക യുവദാസന്മാരുടെ ആഹ്ലാദം തുടങ്ങി ഇതിനോട്ടുള്ള സ്നേഹവും കരുതലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ ഏവരോടും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടാകുമാറാകട്ടെ എന്ന ആശീർവാദത്തോടെ യാത്രകൾ തുടരുകയാണ്. ഒന്നുകൂടെ